ഞാൻ ഇതിനെ വളരെ ആശ്ചര്യത്തോടെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇത്തരം കേസുകളൊക്കെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വലിയ സ്വാധീനമുണ്ടാക്കുന്ന ചലനമുണ്ടാക്കുന്ന കേസുകൾ പരമോന്നത കോടതിയിൽ വരുന്നൊരു സാഹചര്യത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. അതത്ര നിഷ്കളങ്കമായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് ഊട്ടി അതെ, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം മമതാ ബാനർജിക്കെതിരെയുള്ള ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ് വരും. ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഖനി മൈൻ കേസുകളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ വരും. ഒരുപക്ഷെ ഇനി ഡൽഹിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ മദ്യക്കോഴയുമായി ബന്ധപ്പെട്ട കേസ് വരും. അങ്ങനെ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ കേസുകൾ ലിസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ട്. നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നു 2020 അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ കേസ് വിടുന്നത്, അതിനുവേണ്ടി 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഈ കേസ് നേരത്തെ പരിഗണിച്ചൊരു തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷയും ഇതുവരെ വന്നിട്ടില്ല. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി സുപ്രീം കോടതി ലിസ്റ്റിൽ ഇപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കാൻ പോകുന്നുവെന്ന് വരുന്നത്. ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയും മാത്രമല്ല അതിവേഗത്തിൽ ഈ കേസിൽ നേരത്തെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ച 7 ചോദ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിശ്ചയിക്കുകയും അതിനുവേണ്ടി 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ പോകുന്നു. കേസ് ഏപ്രിൽ മാസത്തിൽ തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കാനും പോവുകയാണ്. ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നടക്കുന്ന മാസമാണ്. ആ മാസത്തിലാണ് ശബരിമലയിൽ ഈ കേസ് വരാൻ പോകുന്നത്.